ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിച്ചില്ല. നമുക്കൊരു ആത്മീയ കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒത്തിരി പേര് ബൈബിൾ വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കണം, കുടുംബ പ്രാർത്ഥന നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സാധിക്കുന്നില്ല. എന്നാൽ നേരെ മറിച്ച് മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്യാം. TV കാണാം, വെളിയിൽ ഔട്ടിങ്ങിന് പോകാം, എന്ന് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് ഒരു അസ്വസ്ഥത നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന തിന്മയുടെ അരൂപി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന് 15-ാം വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർ തങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യതയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നതുവരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും. പ്രിയപ്പെട്ടവരെ, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് പാപമോചനം സ്വീകരിച്ച് ദൈവത്തിലേക്ക് മടങ്ങുവാൻ ഈ വചന ഭാഗമിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.